Thank you. Happy birthday to you. ഞാൻ ഇപ്രാവശ്യം ഫാമിലിയിൽ നന്നായിട്ട് മിസ് ആറുപാടെ മോൻ മാത്രമേ കൂടുള്ളൂ. എവിടെ പോയത്? ഇതാണ് എന്റെ മോൻ മുഹമ്മദ് ഷഹബാസ് ഖാൻ. ഞാൻ ടിപ്പുന്നാണ് വിളിക്കല്. ടിപ്പു സുൽത്താനെ വളരെ ചെറുപ്പം മുതലേ നെഞ്ചിലേക്ക് ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് എന്റെ മോനെ ടിപ്പു എന്നാണ് വിളിക്കാറ്. അദ്ദേഹം ഇപ്പോ ഒരു ഫിലിമില് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. കൊച്ചിയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1 ഇയർ കോഴ്സൊക്കെ കഴിഞ്ഞതാണ്. ഇന്നത്തെ പെരുന്നാളിന് എന്തായാലും എന്റെ സ്വന്തം കുടുംബം എന്റെ അടുത്തില്ലെങ്കിലും ഇത്രയധികം കുടുംബങ്ങൾ ഒരുമിച്ച് എനിക്ക് പ്രാർത്ഥിച്ചല്ലോ, അനുഗ്രഹിച്ചല്ലോ. അത് മതി ലൈഫിൽ കിട്ടാമോ. അപ്പൊ 46 തികഞ്ഞു. 47ലേക്ക് നാളെ തുടങ്ങും. ഈ മണിക്കൂർ വീട്ടിലൊരു പാട്ടുണ്ട് നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്. ഷാഫിക്കൊക്കെ വേണ്ടിയിട്ട് സന്തോഷ അല്ല കുഞ്ഞു പാവയ്ക്കുന്നല്ലോ നല്ല ഇത്രയും വലിയ ആനന്ദ നിമിഷങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് കിട്ടി, നമ്മുടെ ആസ്വാദകരുടെ അടുത്ത് നിന്ന് കിട്ടി. സന്തോഷത്തിൻ്റെ അങ്ങേ തലക്ക് നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഏതായാലും കുടുംബത്തിൻ്റെ ഒപ്പം കൂടാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരുപാട് കുടുംബങ്ങൾ ഒരുമിച്ചുള്ള ഈ സന്തോഷ ജന്മദിനം ലൈഫിലുണ്ടായല്ലോ. അങ്ങനെ ആനന്ദിച്ച് സംതൃപ്തിപ്പെട്ട് നിൽക്കുമ്പോൾ വേറൊരു സംഭവം നമ്മളെ കാത്തിരുന്നു. അത് ഇവന്മാരെല്ലാവരും കൂടി ഒപ്പിച്ച പണിയാണ്. കാറിൽ തന്നെ നമ്മളെ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോക്കാണിത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള കാണന്നെ വേണം. പാറിപ്പോയി കിട്ടും സംഭവം. ഹാപ്പി ബർത്ത്ഡേ. അല്ല കണ്ണി നാട്ടുകാർ പേടിച്ചു. വെൽപ്ലെയറായിപ്പിക്കില്ല മക്കളൊക്കെ. എടാ ഇവരും ഭക്ഷണം കഴിച്ചോ? ഞാനാ ചോദിക്കുന്നേ, ഞാൻ എങ്ങോട്ടാ പോകുന്നത്? കൂട്ടിക്കൊണ്ടിരിക്കില്ലേ? ഇത് താങ്ങാനാവാത്ത സർപ്രൈസ് ആയി പോകുന്നടാ ചില സമയത്ത്. ഓ വെറുതെ തന്നെ ഇപ്പൊ ഭയങ്കര ഫോട്ടോ എടുത്തു കൊടുക്കുന്നതായിരിക്കും. ആടെ ഇരുന്നൂടെ അപ്പൊ നമുക്ക് പോണ്ടേ? പോയി മുങ്ങിയോ? എടാ അയാൾ ഒരുങ്ങാൻ പോയിക്കണം. അന്നേരം റഫീഖ ഒരുങ്ങാൻ പോയിക്ക്. എടാ പുന്നക്കലെ നടു റോട്ടും വന്ന് ഒരു ബർത്ത്ഡേ നടു റോഡ് എമ്മാര് സർപ്രൈസ്. 3 വണ്ടിയിൽ ആള് വന്നിക്ക് ഇവിടെ. നടു റോട്ടും വന്ന് 46ാമത്തെ പിറന്നാൾ ആഘോഷം സർപ്രൈസ് തന്നുകൊണ്ട് ദൂരത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ എണ്ണുണ്ട്. നമ്മളെ
ഖത്തറിൽ, ബഹ്റൈനിൽ, ദുബായിലായിട്ട് കിടക്കുക. ദുബായിന്റെ ഒരു പ്രതിനിധി ഇവിടെ എത്തി, UAE. ബാക്കിയെല്ലാം ഇവിടെയൊക്കെ ഉള്ള എല്ലാത്തിനോടും. അപ്പോ ചൊല്ലിക്കോ. അതെന്തത് പൊന്നാ പഠിച്ചോലെ പണയം വെക്കാൻ ഒരു സാധനം. ഒരു കഷ്ണം കൂടി തിന്ന് ഈ വളപ്പിൽ മുഹമ്മദ് കാക്ക വേണ്ടി. മൂപ്പര് നമ്മളെ കൂടെ ഇല്ലാലോ, അല്ല മാപ്പുറത്ത് കൊടുക്കട്ടെ. ഓക്കെ, എനിക്ക് തരണോ ഒരു കഷ്ണം? കെട്ടിയോ കൊടുക്കട്ടെ. എല്ലാരും എനിക്ക് തരണ്ടേ? മക്കളെല്ലാം നോക്കിക്കോ. മധുരം തിന്നാത്ത എനിക്ക് കൈമലുണ്ടോ? വെള്ളിന്റെ കാര്യത്തിൽ സ്വർണത്തിന്റെ എല്ലാം കൂടി. ഏറ്റവും വിലപിടിപ്പുള്ളൊരു സമ്മാനമായിരുന്നു റസിലാൻ്റെ വക കൊണ്ടുവന്നതെന്ന് അത് ഓപ്പൺ ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത്. മറ്റ് സമ്മാനങ്ങളെക്കാളൊക്കെ ഏറെ പ്രിയപ്പെട്ട ചില ഫോട്ടോസ്, നമ്മളെ കൂടെ ഇന്നില്ലാത്ത പ്രിയപ്പെട്ട ഇക്കാക്കയും ഉപ്പയൊക്കെ ചേർന്നിട്ടുള്ള എൻ്റെ ഏറ്റവും മികച്ച നിമിഷങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് റസില ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നത്. ആ സമ്മാനത്തിന് എന്തു കൊടുത്താലും പകരാവില്ല. സ്നേഹവീടിന്റെ പ്രിയപ്പെട്ടവരുടെ കേക്ക്. ഓക്കെ, സ്നേഹവീടിന്റെ ഏറ്റവും വഴക്കുന്ന നാൾ എന്നുള്ളവർക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ബഹുമാന്യരായ ഞങ്ങളെ പുൽക്കാഞ്ചി പ്രവാസികൾക്ക് വേണ്ടി വലിയ പീസ് ഞങ്ങൾക്ക് വേണ്ടി ഇന്നും പ്രാർത്ഥിച്ചിട്ടാ. ഞാൻ അത്രയും ജനത്തിന് വേണ്ടി ലൈഫ് കിട്ടി കിട്ടാത്ത എനിക്ക് എന്തിനു കേൾക്കാത്തത്. ഇതാ സ്നേഹവീട്ടിലെ ദിൽച്ചപ്പൻ. സ്നേഹവീട്ടിന് വേണ്ടി അയിമൊന്നും വലിയ ദിൽച്ചപ്പനെ കൊടുക്കേണ്ടതാണ്. ഞാൻ ഒരേലെ അവകാശവും സ്നേഹവീട്ടിലെ അവകാശം കൂടി എന്താണ് അതെന്താ ബിരിയാണി സ്നേഹവീട്ടിന് എല്ലാവരും ആയില്ലേ? ഇതാ ഇവന്ന് മുറിച്ചിട്ട് ഇതാണ് ടേസ്റ്റ് മുറിക്കൽ. എടി ഇതെല്ലാം മക്കളെല്ലാം നോക്കിക്കുന്നത്, മക്കൾക്കെല്ലാം മുറിച്ചു കൊടുക്കുന്നില്ല, മക്കൾ നോക്കിക്കുന്നുണ്ട്. ഇത് ഞാൻ സ്വീകരിച്ചു. മുസമ്മലിന്റെ സമ്മാനം. അടിപൊളി. ഞാൻ വീട് കണ്ടിട്ട് കുറെ ദിവസമായി വല്ലാതെ ജാതിയായിപ്പോയി.
കാളിപ്പ് മനുഷ്യൻ അറ്റാക്കായാലും ആയുസ് ചുരുങ്ങി മരിച്ചു പോകും ഭായന്മാരെ ഇങ്ങനെയൊക്കെ തന്നു. ഞാൻ ഇതിനൊന്നും തീരെ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഇന്ന് നേരമ്പുളത്ത് എന്ന് പറയണ്ട, ഉച്ചയ്ക്ക് ശേഷമാണ് എണീക്കുന്നത്. കുളിച്ചൊരുങ്ങിയതാണ് ബർത്ത്ഡേ ബോയ് ആയിട്ട്. അപ്പോൾ നമ്മളെ കൂടെയുള്ള നാഫി നന്ദി തന്ന ഡ്രസ്സാണ് ഇന്നിട്ടത്. നാഫിന്റെ സമ്മാനമാണിത്. അപ്പൊ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച, എനിക്ക് ഒരുപാട് ആശംസകൾ അറിയിച്ച എല്ലാ ചങ്കുകൾക്കും ഹൃദ്യമായ കടപ്പാടും പ്രാർത്ഥനയും ഈ നെഞ്ചിലുണ്ട്. നമ്മൾ ഇനിയും കുറേ നല്ല പാട്ടുകളും സൗഹൃദങ്ങളും അതുപോലെ സമൂഹത്തോടുള്ള ബാധ്യത തീർക്കുന്ന സൽപ്രവൃത്തികളൊക്കെ ആയിട്ട് ഒരുമിച്ച് മുന്നേറാൻ പടച്ച തമ്പുരാൻ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഏറെ സന്തോഷം നിങ്ങളുടെ കരുതലിനും സ്നേഹത്തിനൊക്കെ. താങ്ക് യു സോ മച്ച്.